അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പോർട്ട് ഹോൾസിലേക്കാട്ടോ. അത് ഗ്രാസ്ഹോപ്പിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഗോഡ്സ് വിൻഡോയിൽ പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗോഡ്സ് വിൻഡോയിൽ നിന്ന് 30-35 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റ് എടുത്ത് നമ്മൾ എത്താൻ വേണ്ടി. അത്യാവശ്യം നല്ല കയറി ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലൊക്കെ എത്തി. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇത് ട്രൂവർ എന്ന് പറഞ്ഞ റിവറും ബ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു റിവറും തമ്മിൽ ചേരുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഈ പോർട്ട് ഹോൾസ് ഉണ്ടായത് അവിടെയുള്ള സാൻഡും പെബിൾസും കൊണ്ടുവന്ന് ശക്തിയായിട്ട് അതിലടിച്ച് ഉണ്ടായ പോർട്ട് ഹോൾസ് ആട്ടോ. പോർട്ട് ഹോൾസ് എന്താണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോഴേക്ക് മനസ്സിലാവും. അപ്പോൾ താഴേക്ക് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഒക്കെ ചെയ്ത റോഡുണ്ട്. ഞാൻ കൊണ്ടുപോകാം. ഡേഞ്ചർ ഇറങ്ങട്ടെ. അമ്പോ കിടിലൻ ലുക്കാട്ടോ. കിടിലൻ അപ്പുറത്തോട്ട് നോക്കട്ടെ. അയ്യോ അടിപൊളി. രണ്ട് സൈഡും അടിപൊളിയാ അല്ലേ? നോക്കട്ടെ. ഓ ഇത് അടിപൊളി വ്യൂ അല്ലേ? എന്താല്ലേ ഭൂമിയുടെ ഒരു ഇത്, എന്തൊക്കെ ഫോർമേഷനാ കല്ലിൻ്റെ. വറുത്തല്ലായിരുന്നോ? ബോക്സ് ലക്ക് പോർട്ട് ഹോൾ അതാണ് സാധനം. ക്ലൈമ്പിംഗ് ആണ് പോർട്ട് ഹോൾസ്. ഒരു ചെറിയ വാട്ടർഫോളും കൂടി ഉണ്ട് കേട്ടോ. വാട്ടർഫോൾ കാണാമോ? കൊള്ളാല്ലേ? ഇത് കയറ്റ ഇറക്കം ഉണ്ടെങ്കിലും നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. കാട്ടുതീയിൽ കത്തിപ്പോയത്. ഈ പോർട്ട് ഹോൾസ് നല്ല ഡീപ്പായിട്ടുള്ള സിലിണ്ടറിക്കൽ ഹോൾസ് ആട്ടോ. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും വെള്ളം വന്ന് അടിച്ചടിച്ച് നമ്മൾ ഈ മെയിനായിട്ടുള്ള ഏരിയ കൂടെ മാത്രമേ നടന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആൾക്കാർ അതിലേക്കൂടെയൊക്കെ ട്രെക്ക് ചെയ്ത് പോകുന്നത്. അതിലേക്കൂടെയൊക്കെ ട്രെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ടും നല്ലപോലെ വിശക്കുന്നതുകൊണ്ടും അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ ഈ വിസിറ്റ് ചെയ്ത ദിവസം അവിടെ ആഫ്രിക്കൻസിന് ഫ്രീ എൻട്രി കേട്ടോ. അപ്പോൾ അവിടെ കുറേ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ കേട്ടോ. എല്ലാവരും നല്ല കമ്പനി കേട്ടോ പിള്ളേരൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി പോർട്ട് ഹോളൊക്കെ കണ്ടു കേട്ടോ. ഇനി നല്ലപോലെ വിശക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് ഗ്രാസ്ഹോപ്പിൽ തന്നെ വന്നു. നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് പനോരമ എന്നാട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്സിലെ റിവ്യൂ നോക്കിയായിട്ട് ഇവിടെ പോകുന്നത്. ഗൂഗിൾ മാപ്സിലെ പടമൊക്കെ കണ്ടിട്ട് കിടിലമായിരുന്നു. അപ്പോൾ നമുക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണ്. അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര വെൽക്കമിങ് ആട്ടോ. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. നമ്മൾ ആ വ്യൂ ഉള്ള അടുത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ടേബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു വെയിറ്റേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇതിൻ്റെ പനോരമ എന്നുള്ളൊരു പേര്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതാട്ടോ. ഈ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ എങ്ങനെയാണെന്നറിയോ? അതെ ഇതാണ് വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കല്ലിലാണ് കയറി ഇതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. ശരിക്കും ഒരു വാലി പോലെ തന്നെ. ആ കല്ലിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ നോക്കി കണ്ടോ. ആരോ കൊത്തി വെച്ച ഒരു സ്ട്രക്ചറല്ലേ അതിന്. ഒരു പൂളൊക്കെ ഉണ്ട്. പക്ഷേ പൂള് നമുക്ക് ആക്സസിബിൾ അല്ല. ഡേ വിസിറ്റേഴ്സിന് ആക്സസിബിൾ അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ കയറിയിരിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ എൻഡിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുമായിരുന്നു. നൈസായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പനോരമ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനം വന്നു. ഞാനൊരു ബീഫ് ബർഗർ ഓർഡർ ചെയ്തത്. പിന്നെ ആണെങ്കിൽ ഒരു ചിക്കൻ വിത്ത് റൈസും. അപ്പോൾ ഞാൻ കഴിച്ചതേ ഒരു ബീഫ് ബർഗർ കേട്ടോ. ബീഫ് ബർഗർ അവർ റെക്കമെൻഡ് ചെയ്തൊരു ബർഗറാണ് കഴിച്ചത് അവിടെ നിൽക്കുന്ന വെയിട്രസ്. നീ എന്താ കഴിച്ചത്? ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലേവറില്ല. പൊതുവേ സൗത്ത് ആഫ്രിക്കയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്ലാൻഡ് ഫുഡ് ആട്ടോ. എനിക്ക് ബ്ലാൻഡ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് ഫ്ലേവറുള്ള ഫുഡും ഇഷ്ടമാണ്, ബ്ലാൻഡ് ഫുഡും ഇഷ്ടമാണ്. പൊതുവേ മീൻസ് നല്ലപോലെ കഴിക്കാൻ തോന്നുന്ന ബ്ലാൻഡ് ഫുഡാണ്. അപ്പം ബീഫ് ബർഗർ എന്ന് പറഞ്ഞാൽ അധികം എന്താ പറയുക, ഭയങ്കര കട്ടിയുള്ള ബണ്ണായിരുന്നു, ഭയങ്കര വലിയ ബണ്ണ. ഞാൻ വീഡിയോ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ കഴിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ബീഫിൻ്റെ പാറ്റിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ഫുള്ള് കഴിച്ച് തീർത്തിട്ടാണ് വിട്ടത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങും കേട്ടോ. ഹാവ് എ സേഫ് ജേർണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനും മകളൊക്കെ നേരത്തെ പോയെന്ന് തോന്നുന്നു, വണ്ടിക്കകത്ത് പോയി കയറിയെന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ ചെല്ലാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗോർജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്തുനിന്ന് അടുത്ത് തന്നെ കേട്ടോ, അവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. നമുക്കവിടെ എൻട്രി ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിരുന്നു കേട്ടോ. പിന്നെ കയറി കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് വീഡിയോയിൽ കാണാം. ക്ഷീണമുണ്ടോ? നമ്മൾ മേടിച്ചില്ല കേട്ടോ ഒന്നും. എന്തായാലും ഇവിടുന്ന് ഒരെണ്ണം മേടിക്കണം എന്നാണ് ആഗ്രഹം. ഇത് നമ്മൾ ആ പാർക്കിലേക്ക് കയറിയപ്പോഴത്തേക്ക് എൻട്രൻസിനുള്ള കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നോക്കിയിട്ട് വരാം. ഇതാണ് ബഞ്ചി ജമ്പ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. സിപ്ലൈനുണ്ടല്ലോ. ബഞ്ചി ജമ്പ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി നോക്കാം. നമ്മൾ ചെയ്യുന്നില്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയാണ്. സിപ്ലൈനുണ്ട്. സിപ്ലൈനൊന്നും ചെയ്ത് നോക്കായിരുന്നു. പിന്നെ ഹൈറ്റ് നോക്കി, എന്നാ ഡെപ്താന്ന് നോക്കി. ഇതിന് കാണുമ്പോൾ തന്നെ കിളി പോകും കേട്ടോ. എവിടുന്നാ? ഇവിടുന്നാണ് ചാടിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിലേക്കുള്ള വ്യൂ കാണാം കേട്ടോ. നല്ല താഴ്ചയുണ്ട് കേട്ടോ. സിപ്ലൈൻ ഈ സിപ്ലൈൻ ചെയ്താൽ ചിലപ്പോൾ ഞാൻ ജീവനോടെ കാണത്തില്ല, പേടിച്ച് മരിക്കും. ഇതവിടെയുള്ള ഒരു വുഡൻ ഡെക്കാട്ടോ. ഇവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് മിന്നിനോട് ചോദിച്ചു നോക്കാം സിപ്ലൈൻ ചെയ്യാൻ ധൈര്യം ഉണ്ടോ എന്ന്. എന്നിട്ട് ആ ലൈറ്റ് ഒന്ന് കണ്ട് കാണിച്ചു നോക്കാം. നിനക്ക് സിപ്ലൈൻ ചെയ്യാൻ ധൈര്യം ഉണ്ടോ? സിപ്ലൈൻ എവിടെയെന്ന് കണ്ടോ? സിപ്ലൈൻ ഇങ്ങോട്ട് നോക്ക്. ഈ വരുന്നതാണ് സിപ്ലൈൻ. ചെയ്യാൻ പറ്റുമോ? പിന്നെ പൊന്നെ അവിടെ നിന്നിട്ട് തന്നെ തല ഇറങ്ങുന്ന കേട്ടോ, അതുപോലത്തെ ഹൈറ്റാണ്. പിന്നെ ആ സിപ്ലൈന് മഞ്ചി ചമ്മയൊക്കെ അതുകൊണ്ട് നമ്മളെ പരിപാടിക്കില്ല കേട്ടോ. ഒരാളവിടെ ബഞ്ചി ജമ്പ് ചെയ്യാൻ വേണ്ടി നിൽപ്പണം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിരിക്കുക. കിട്ടി പോകുന്ന ആള്. അതായത് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിന് പോയിട്ട് നോക്കിയിട്ടല്ല. അപ്പോൾ ഗോർജ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള നാരോ വാലിയുള്ള നല്ല സ്റ്റീപ്പ് റോക്സ് ഒക്കെയുള്ള ഒരു കുഴിക്കാട്ടോ പറയുന്നത്. റിവറിൻ്റെ ഒരു ഇത് കാരണം, ശക്തി കാരണം ഫോം ആവുന്നതാണ് ഗോർജുകൾ. അപ്പോൾ ഈ ഗോർജിലേക്ക് താഴേക്കൊരു 50-60 മീറ്റർ താഴേക്ക് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. നമ്മൾ ഗോർജിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ, കാരണം അവിടെ പിന്നെയും പെർ ഹെഡ് 150 റാൻഡ് വെച്ച് ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും ടയേർഡായി. എന്നാൽ പിന്നെ പുറത്തേക്ക് പോയാന്ന് ഓർത്തിട്ട് നമ്മൾ പുറത്തേക്ക് എക്സിറ്റിലേക്ക് എന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ എടുക്കണം. എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാർഡ് എടുക്കണം. അവിടെ 150 റാൻഡ് ആട്ടോ അതിന്. എൻട്രൻസ് ഫ്രീ ആണെന്ന് ഓർത്താട്ടോ നമ്മൾ കയറിയത്. എന്നാൽ പിന്നെ ഇത്രയും രൂപ നമ്മൾ പൊടിച്ചതല്ലേ, എന്നാൽ പിന്നെ അപ്പുറത്തൊരു പാലമുണ്ട്, അതൊക്കെ കയറിയിട്ട് പോകാമെന്ന് ഓർത്തു കേട്ടോ.
തൂക്കുപാലം കുലുങ്ങും. കുലുങ്ങും ഉറപ്പായിട്ടും. ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. അവർക്ക് പേടിയില്ല. ഫോട്ടോ ഒക്കെ എടുത്തത് എൻ്റെ കഴുത്തിൽ നിന്ന് ഇറക്കൊന്ന് വിട്ടു. ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് കരുതൊക്കെ വെച്ചൊന്ന് പരിഹരിക്കുന്നത് വേണം. അതിനിടയ്ക്ക് സിപ്പ് ലൈനിൽ ഒരു പുള്ളി പോകുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് കണ്ടല്ലോ. ഇത്ര ഹൈറ്റിലുള്ളൊരു തൂക്കുപാലത്തിലാണ് നമ്മൾ പോകുന്നത്. അവനെന്തോ കഥ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് പാലം കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് നടന്ന് നോക്കാം കേട്ടോ. അവിടെ ഒന്നും കാണത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ ഇറങ്ങി പോകുന്നത് കുറച്ച് കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്കാട്ടോ. ആണോ? ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ പാലം കണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് നടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും. നോക്കാം. നമുക്ക് കുറച്ച് താവട്ട് ഇറങ്ങിയിട്ട് വിളിച്ചാൽ പോരെ പിന്നെ. അല്ല പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഗോർജിലും ഗൂർജിലും ഒന്നും കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ ആവൂലേ? അപ്പം അങ്ങനെ എത്തിയല്ലേ. അപ്പം നമ്മളെങ്ങനെ എത്തിയെന്നറിയോ? നേരത്തെ ഈ പാലം കിടന്നാണ് നമ്മൾ പോയത്. ഇതിപ്പോൾ പാലം കിടക്കാതെ തിരിച്ചെത്തി. പാലം കിടന്നു പേടിയാണ്. മിന്നിന് പേടിയായി. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ക്യൂരിയോ ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ വുഡിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കട. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി. എന്തെങ്കിലുമൊക്കെ കളക്റ്റബിൾസ് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കീ ചെയിൻ മേടിച്ചു കേട്ടോ. നമുക്ക് 40 രൂപ ഒരെണ്ണത്തിനായത്. അത് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കീ ചെയിനിലിടണേ കേട്ടോ. ഏത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു? മറ്റേത് കാണിച്ചേ. നൈസ ലൈക്ക് ദിസ്. 2-3 ദിവസമായിട്ട് നമ്മൾ രാവിലെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്, നല്ലപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വണ്ടിയെ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര തിരിച്ച് ഹരിയങ്ങളുടെ മലിലാനിലെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഇനി നാളെ നമ്മൾ സുഡുവാല കേവ്സ് എന്ന് പറഞ്ഞൊരു കേവ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇത്ര വരെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽസ് POV എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ വീണ്ടും കാണാം.